എനിക്കൊരു ദുഃഖം ബാക്കിയുണ്ട്. ഈ പ്രാവശ്യം എന്റെ വീട് താമസം നടക്കും തോന്നില്ല. അതെന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതൊക്കെ അതിന്റെ സമയത്ത് നടക്കും. വെറുതെ ഓരോന്ന് ആലോചിച്ച് സമയം കളയണ്ട അച്ചായ. വാ, നമുക്ക് പോവാം. ചങ്ങായി പച്ചക്കറി ഒന്നും കൂട്ടണ്ട, എൻഡോസൾഫാനത്. അയിലേ നല്ല പെടപെടാന്നുള്ള അയിലുണ്ട്, എടുക്കട്ടെ ഒരു കിലോ. അയക്കോറുണ്ടോ? ഹേയ്, മത്തി വാങ്ങാൻ കഴിവില്ലാത്ത ഓന്റെ ചോദ്യം കണ്ടില്ലേ, അയക്കോറുണ്ടോ? ഇവനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? പെരിച്ചായി വെറുതെ ആളെ പിരാന്താക്കും വന്നൊക്കെ ഓരോന്ന്. നിങ്ങൾക്ക് അറിയോ അച്ചായന്റെ കത്രിനൊക്കെ സ്ഥിരമായിട്ട് മീൻ കൊടുക്കണത് ആരാ? അമ്മടെ അവറാനിക്ക 5 കൊല്ലായില്ലേ മൂപ്പരാട് ഗൾഫ് പോയിട്ട്. കണ്ടില്ലേ, ഇതാണ് വർഗീസ് അച്ചായനും ഭാര്യ കത്രീനയ്ക്കും നാട്ടുകാർ നൽകുന്ന മേൽവിലാസം. നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു പക്ഷെ നിങ്ങൾ അറിയാതെ പോയ കുറച്ചു പേരുടെ മേൽവിലാസങ്ങൾക്കായി ഒരു യാത്ര വർഗീസ് അച്ചായനിലൂടെ. സ്ഥലം വലൈക്കും അസ്സലാം. മുരളിയ സുഖല്ലേ? ഇന്ന് കത്ത് വല്ലതുണ്ടോ സുലൈമാനെ? എന്താ കരുതി? ഞാൻ പോസ്റ്റ്മാനൊന്നല്ല, നിനക്കൊക്കെ സഹായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പോസ്റ്റ് ഓർക്കുന്നതാ. എന്താ ഇത് സുലൈമാനെ, ഒന്ന് സമാധാനിക്ക്. ഇത് വർഗീസ് അച്ചായനാ. PM വർഗീസ്. സുലൈമാനെ, വർഗീസ് ഇപ്പൊ വേറെ റൂമിലാ. പ്രിയപ്പെട്ട വർഗീസ് അച്ചായൻ കണ്ടു വായിച്ചറിയുവാൻ കത്രീനയും സഞ്ജയ് മോനും ജാൻസി മോളും കൂടി എഴുതുന്നത്. അച്ചായൻ പോയിട്ട് ഇന്നത്തേക്ക് 7 വർഷം തികയാ. എത്ര പെട്ടെന്നാ വർഷങ്ങൾ പോകുന്നത്. അച്ചായന് വല്ല ചിന്തയുണ്ടോ? അങ്ങേതിലെ ബ്ലേഡ് കംസ വെറും 2 വർഷം ഗൾഫിൽ പോയി തിരിച്ചു വന്നത് എങ്ങനെയാണെന്നറിയോ? ഉഗ്രനൊരു വീട്, വലിയ കാറൊക്കെ സമ്പാദിച്ചാ. കാറില്ലാത്തോണ്ട് സഞ്ജു മോന് കോളേജിൽ പോവാൻ തന്നെ മടിയാ. അതെങ്ങനെയാ? എന്തു പറഞ്ഞാലൊരു മൗനല്ലേ? പിന്നെ മീൻകാരൻ ഔറാനയ്ക്ക് 20,000 രൂപ കൊടുക്കാനുണ്ട്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് എത്ര ചോദിച്ചാലും തരും. വീടുപണി എത്രയും പെട്ടെന്ന് തീർക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലേക്ക് വന്നാ മതി. ആളുകളോട് മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. എഴുത്ത് തൽക്കാലം നിർത്തട്ടെ. സ്നേഹത്തോടെ കത്രീന.
ഞാൻ എന്തായി കാണുന്നത്? ഇന്റർനെറ്റും മൊബൈലും വഴി തടഞ്ഞ് നടക്കാൻ പറ്റാത്ത ഈ കാലത്ത് ആരായി കത്തയച്ചത്? ആരായാലും വർഗീസേടൻ ഭാഗ്യവാനാ. ഹലോ, അതെ, അസീസാണ്. ആര്? മിഥുനോ? എവിടെ? ഏത് ബാറില്? ഓക്കെ, ഞാൻ ദേ എത്തി. വാ, ഇറങ്ങൂ. കാക്ക, ഹൈ. കല്ലും കാണുന്നില്ല, പണ്ടാരടക്കാം. എന്താ സുഹൃത്തെ, കാക്ക കാഷ്ടിച്ചോ? തനിക്ക് കണ്ടറിഞ്ഞൂടു പണ്ടാരടക്കാൻ വേണ്ടിട്ട് കാക്ക കാക്ഷിച്ചാന്നുള്ളത് കണ്ണില്ലേ? സാരില്ലാന്നേ, ബുദ്ധിയില്ലാത്ത ജീവിയല്ലേ. ബുദ്ധിയുള്ള നമ്മൾ അങ്ങ് ക്ഷമിക്കുക. അല്ല, നിങ്ങളെ ഞാൻ ഇവിടെ മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ പുതിയ ആളാ. അപ്പൊ പുതിയ ആളെങ്ങടാ യാത്ര? ഞാൻ ഈ പരിസരത്ത് ഗ്രോസറി എങ്ങാനുണ്ടോന്ന് അന്വേഷിച്ചിറങ്ങിയതാ. എന്റെ ചങ്ങായി, നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ, അത് കണ്ട ആ കാണുന്ന ആ. ഗ്രോസറി. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. എന്നാലും ആ കാക്ക കണ്ടിന്യൂ കണ്ടിന്യൂ. എന്താ നിർത്തി കളഞ്ഞേ? ഇന്നിത്രയും മതി. സംഗീതം പഠിച്ചിട്ടുണ്ടോ? നാട്ടിൽ വെച്ച് പഠിച്ചിരുന്നു 2 വർഷം. ഇവിടെ വെച്ച് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ച് ക്ലാസ്സിന് പോയിരുന്നു. പക്ഷേ നാട്ടിലെ ചെലവും ഇവിടുത്തെ ചെലവും, പിന്നെ സംഗീത ക്ലാസ്, അങ്ങേതാലും ഇങ്ങേതാലും കൂട്ടിമുട്ടിക്കാൻ വിഷമിക്കുന്നുണ്ടല്ലേ? ഒരു കണക്കിന് നോക്കിയ മരണത്തിന് തുല്യ ഈ പ്രവാസി ജീവിതം. നീ എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാൻ CM നസീർക്കാടെ ഗ്ലോബൽ മറൈൻ കമ്പനിയിലാ. ഓ, ഞാൻ ഇന്നലെ പത്രത്തിൽ വായിച്ചിരുന്നു. അദ്ദേഹത്തിനല്ലേ ഈ വർഷത്തെ ബിസിനസ് അച്ചീവ്മെന്റ് അവാർഡ്? ബിസിനസ് മാഗ്നറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വ്യാപാരി വ്യവസായി സമൂഹത്തിൻ്റെ ഇവിടുത്തെ പ്രതിനിധി ശ്രീ CM നസീർ ഖാൻ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സദസ്സിലിരിക്കുന്ന ആദരണീയരെ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഈ വലിയ സദസ്സിൻ്റെ ഭാഗമായി തീരാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നമ്മുടെ ഈ സംഘടനയുടെ ഭാവി പരിപാടികൾക്ക് എൻ്റെ എല്ലാവിധ പിന്തുണയും ആശംസകളും ഞാനിവിടെ നേരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സാർ, എന്നെ കാപ്പാത്തുങ്ക സാർ. സാർ, എൻ കുഴന്തയ്ക്ക് നാളെ ഓപ്പറേഷൻ. എനിക്ക് കുറച്ച് പണം കൊടുങ്ക സാർ. സാർ, എനിക്ക് പണം കിടച്ചാൽ നാളെ എൻ ഓപ്പറേഷൻ നടക്കോ സാർ? இப்போவே இந்த கம்பெனிக்கு 3000 dirhams தர வேண்டியிருக்கு. ப்ளீஸ் சார். எனக்கு எதுவுமே பண்ண முடியாது. கம்பெனி ரூல்ஸை இவங்க ஃபாலோ பண்ண முடியும். சார் கம் சார், എൻ്റെ കുഴന്ത ഓപ്പറേഷൻ. ഓക്കെ. സാരല്ലടൂ, പൈസ ഞാൻ തരാം. സാർ, കഴിഞ്ഞ ഓണത്തിനെടുത്തതാ അവസാനമായി ഒരു ജോഡി ഡ്രസ്സ്. പിന്നെ ഇതാ ഇപ്പോൾ. നാട്ടിലാവുമ്പോൾ ഓണത്തിനും പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുക്കൽ ഒരു രസമല്ലേ?
ഇതാര് തൗഫീക്കോ? ക്ലാസ് കഴിഞ്ഞത് പിന്നെ നിന്നെക്കുറിച്ച് വിവരമൊന്നുമില്ലല്ലോ. അല്ല, നീ ഇപ്പൊ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? അല്ലാതെ പഠിച്ചിട്ടെന്താ കാര്യം? ടീച്ചറെ, അതിൻ്റെ റൂംമേറ്റാ. വർഗീസ് എന്നെ ഓർക്കുന്നുണ്ടല്ലേ? എവിടെ നിന്റെ പീതാംബരൻ? വീട്ടിൽ തന്നെയുണ്ട്. വാ പോവാം. വർഗീസേട്ടാ, വർഗീസ് അച്ഛൻ ടീച്ചറെ നേരത്തെ അറിയും. എന്നിട്ടാണോ ഒന്നും മിണ്ടാതെ പോന്നെ? അത് പിന്നീടാവാലോ. അയ്യോ, ഔ, ഔ. അച്ഛായ, ഇന്നലെ ടീച്ചർ വിളിച്ചിരുന്നു. വിരോധമില്ലെങ്കിൽ അവര് വീട് വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. കാലിലെ ഡ്രസ്സിംഗ് ഒന്ന് അഴിച്ചു മാറ്റട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. അച്ചായ, ഹാ, വാ വാ, കേറിയിരിക്കടോ. എന്റെ കോജരാജാവേ, ഞാൻ എന്തായി കാണുന്നു? ഇത് വലിയ മുറിവാണല്ലോ അച്ചായ. ഏയ്, ഒന്നുമില്ലടോ, ചെറിയ മുറിവാ. മുറിവ് ഏതായാലും മുറിവ് തന്നെയല്ലേ? ആ തൗഫിക്കേ, ഇത് സുലൈമാൻ. ആളുകൾക്ക് മുടങ്ങാണ്ട് പോസ്റ്റ് എത്തിച്ചു കൊടുക്കണോണ്ട് ഷിപ്പായി സുലൈമാൻ എന്ന് വിളിക്കും. അങ്ങനെയൊന്നുമില്ല. എന്റെ നാട്ടുകാരനും കൂടിയാ. ആളുകൾക്ക് നല്ലതും ചെയ്യരുത് ചീത്തയും ചെയ്യരുത്, അങ്ങനത്തെ കാലായത്. ഏത് കഴിഞ്ഞ വെക്കേഷനില് നീ വീട്ടിൽ ചെന്നിരുന്നു കത്രീന പറഞ്ഞിരുന്നു. എന്താ, അവർക്ക് സുഖം തന്നെയല്ലേ? കേമൻ തന്നെ, നല്ല സുഖം. കത്രീനോ, മീനൊന്നും വേണ്ടേ? ഏയ്, ആളൊന്നും മൊഞ്ചായിണ്ടല്ലോ. വാ വാ വാ. ഇന്ന് മീനൊന്നും വേണ്ട. എന്റെ പടച്ചോനെ, എന്തു പറ്റി? ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി ചിക്കൻ വാങ്ങി. ചെക്കനോ? ചെക്കനല്ല, ചിക്കൻ, കോഴി. ആ, അത് ശരി. ഇതെവിടെ വെച്ചിട്ടുള്ള സാധനം? ഇതാ, ഇതെന്റെ ഒക്കെ ഫ്രീയാ. ഇതിപ്പോ എത്രാമത്തെ ഫ്രീയാ? ഹോ, അതൊന്നും ഇപ്പൊ നോക്കണ്ട, അതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് വാങ്ങിക്കോളാം. കണ്ണൊക്കെ അറിയില്ലേ? ഓ, അതും കണ്ടോ? ഇല്ലല്ലേ? ഹലോ, ആരാ? രണ്ട് മീൻ അധികം താടോ. ജപ്പാനിൽ സുനാമിയാ, അനക്ക് മനസ്സിലായാ? അവരനക്ക് ഈ തൊലിയെളുപ്പുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ സുനാമി ഒന്നുമില്ലല്ലോ. അനക്കും തരും ഞാനൊരു സുനാമി. അയ്യേ, ഓ, ഒരു വിത്തൗട്ട് പോയാ. ആ പണം കുടിച്ച് ചായ തോന്നുന്നു. പഞ്ചാര ഇല്ലെങ്കിൽ എന്താ പറയാനേ?
അല്ല പറയാനെ നമ്മുടെ കത്രീന്റെ വീട്ടില് സ്ഥിരമായിട്ട് മീൻ കൊടുക്കണ ഇജ്ജാണെന്ന് പറഞ്ഞിട്ട്. എടാ അപറാന്റെ അയിലെ പറ്റി എനിക്കൊല്ലോ അറിയോ? എന്താ എനിക്ക് 2 കിലോ വേണം? ഞമ്മക്ക് വേണ്ട, എനിക്ക് തരണില്ല. പിന്നെ എന്റെ കത്രീനെ കൊടുക്കാൻ മീൻ ഉണ്ടാവോ? അല്ല കാര്യം നമ്മുടെ കത്രീന്റെ വർഗീസേ അടുത്ത ആഴ്ച ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ എന്നിട്ട് വരൂ. ഇനിയിപ്പൊ അവറാന്റെ അയിലപ്പം എവിടെ കൊടുക്കാവോ? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ തലവരങ്ങനെയാ. പറഞ്ഞു കേട്ടിടത്തോളം എന്തൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്ന ആളാ ഞങ്ങളുടെ അച്ഛൻ. ഇപ്പൊ കണ്ടില്ലേ? അതൊക്കെ മറന്നേക്കടോ. പഴയത് ഓരോന്ന് ആലോചിച്ച് മനസ്സ് നശിപ്പിക്കണ്ട വെറുതെ. മനസ്സിലുള്ളതൊക്കെ ഒരാളോട് തുറന്നു പറഞ്ഞ അതിന്റെ പകുതി ഭാരം കുറയും എന്നല്ലേ? വർഗീസേട്ടൻ്റെ കാര്യം അറിയില്ല നിനക്ക്. എന്നോട് സങ്കടങ്ങൾ പറയാറുണ്ട്. പക്ഷേ അതിലൊന്നും നിങ്ങളെയോ നിങ്ങളുടെ അച്ഛനെ കുറിച്ചോ ഒന്നും സ്പർശിക്കാറില്ല. മറിച്ച് നാട്ടിൽ പോകണം, കത്രീനെയും കുട്ടികളെ കാണണം, ഈ ഒരു ചിന്ത മാത്രമേ അയാൾക്കുള്ളൂ. പാവം വർഗീസേട്ടൻ നാട്ടിൽ സ്വന്തം ഭാര്യയെ കൊണ്ട് തോറ്റു. വിദേശത്താണെങ്കിലോ ഉറ്റ സുഹൃത്തിനെ കൊണ്ടു. എന്നിട്ടും അയാൾ ജീവിതത്തെ ധൈര്യത്തോടെ നേരിടുന്നില്ലേ? നീ നിന്നോടെ. എന്താ വിധുൻ, എന്താ പ്രശ്നം? ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിനക്കറിയാലോ. എന്നാ പുതിയതൊരെണ്ണൂടി ഉണ്ടായി. എന്താ അത്? നമ്മുടെ അച്ചായനെ സൈക്കിൾ കൊണ്ട് ഇടിച്ചതേ ഈ മഹാനാ. എന്താ മൂസേത്? അത് പിന്നെ ഹേയ് അതെ, ഇത് നാട് വേറെ മക്കളെ. നിങ്ങളിങ്ങനെ നടുറോട് കിടന്ന് തല്ലുകൂടിയിട്ട് കാര്യമില്ല. നമ്മുടെ കുടുംബ പട്ടിണിയാവും. വാ നമുക്ക് പോവാം. വാ വാ നടക്ക്. എങ്കിൽ ശരി, സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വിളിക്കേ. എനിക്ക് വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട്. എന്താ ഇത്ര വലിയ തമാശ? ഞാനും കൂടെ കേൾക്കട്ടെ. അബിക്ക് പ്രോഗ്രാം എവിടെയായിരുന്നു? റാസൽ ഖൈമേല്. ഇനി ഒന്ന് അടുത്തവരോ? ഈ മനുഷ്യനൊക്കെ അനുഗ്രഹിക്കണം നമ്മളെ. അടുത്ത പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, 17-നാണ് മോളുടെ കല്യാണം. ഓ, ഞാനതങ്ങ് മറന്നു. അല്ല, മോളെവിടെ? മോള് കല്യാണം ക്ഷണിക്കാൻ കൂട്ടുകാരുടെ അടുത്ത് പോയതാ. എന്താ? അല്ല വേണ്ട വേണ്ട വേണ്ട, അല്ല കഴിക്കും, ഞാൻ എടുത്തോളാം. ഭക്ഷണം കുറെ ഉണ്ടാക്കി തന്നു, അത് ബുദ്ധിമുട്ടി. മക്കൾക്കൊക്കെ സുഖല്ലേ? സുഖം. കുൽസു, നമ്മുടെ ഭക്ഷണമൊക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നുന്നത്. എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു ഭക്ഷണം അത് ഈ വളയിട്ട കൈ കൊണ്ട് ഉണ്ടാക്കിയതാ. എന്നിട്ട് കയ്യിൽ വളയില്ലല്ലോ. അപ്പൊ ശരി, രാത്രി 8 മണിക്ക് തന്നെ പോവാണ്. ഓക്കെ ശരി, എന്നാൽ ശരി. ഓക്കെ ഓക്കെ. ആരൊക്കെയത്? അകത്തേക്ക് വരൂ. ഓ, ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. എന്തിനാ ഈ സാഹസം കാണിക്കണേ? സാധാരണ എല്ലായിടത്തും അച്ഛൻ പറഞ്ഞ മക്കൾ അനുസരിക്കാത്ത വിഷമ. ഇവിടെ നേരെ തിരിച്ചാ, മക്കൾ പറഞ്ഞ അച്ഛൻ അനുസരിക്കില്ല. മോളിങ് വന്നേ. മോളെ, എന്നെ പാട്ടിലാക്കാൻ നോക്കണ്ട. തുടങ്ങിയോ അച്ഛനും മോളും? ഇതിവിടെ പതിവാണ്. വരൂ. ഇരിക്കൂ. വർഗീസ്, സംശയിക്കേണ്ട. ആ പഴയ പീതാംബരൻ തന്നെയാ ഞാൻ. നിങ്ങളെയൊക്കെ പറ്റിച്ച് ഒളിച്ചു കടന്ന ആ പീതാംബരൻ. എല്ലാറ്റിനും ദൈവം തന്നടോ. ഒരു ജീവിതം മുഴുവൻ സഹിച്ചു തീർക്കാൻ
ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ തന്നു. ദാ നോക്ക്. വർഗീസ്, നിന്റെ പണവും വാങ്ങി സൗദിന്ന് ദുബായിലേക്ക് കടന്നു കളയായിരുന്നില്ലേ ഞാൻ? അരുത്, പഴയ കഥകളൊന്നും പറഞ്ഞ് നേരം കളയണ്ട. ഞാനതൊക്കെ എന്നേ മറന്നിരിക്കുന്നു. എന്നാലും നീ വീട് വെക്കാൻ വെച്ച 10 ലക്ഷം രൂപ അതും കൊണ്ട് മുങ്ങിയവനായി ഞാൻ. വർഗീസ്, അന്നെനിക്ക് പരിചാരകർ ഒത്തിരി ഉണ്ടായിരുന്നു. വഴിതെറ്റിക്കാൻ പല ലോബികളും. സാരില്ലടോ. നിനക്കറിയോ, നമ്മുടെ ആ അറബി ഒരു ബിസിനസ് ടൂറിനായി എന്നെയും കൂട്ടി ദുബായ്ക്ക് വന്നു. ഒരു നാൾ എന്തോ അത്യാവശ്യം പറഞ്ഞ് അയാൾ അമേരിക്കയ്ക്ക് പറഞ്ഞു. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടും അയാളെ കാണാതായപ്പോൾ ഞാൻ ദുബായിൽ അയാളുടെ ചില പാർട്ട്ണർമാരെ കണ്ടു. അവരിലൂടെ ഞാൻ ആ വാർത്ത അറിഞ്ഞു. ആ അറബിയുടെ അമേരിക്കയിലെ ബിസിനസ് ആകെ തകർന്നു. മാനഹാനി ഭയന്ന് അയാൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ജീവിതം അവസാനിപ്പിച്ചു. സാരില്ലടോ, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ കഴിഞ്ഞല്ലോ. എന്നിട്ടും തീർന്നില്ല. ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ കറുത്ത അധ്യായം കുറിച്ചു. ഒരു കാർ ആക്സിഡൻറ്റ്. തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു. എല്ലാം ദൈവവിധിയെന്ന് ആലോചിച്ചു. ഞാൻ സഹിച്ചു. എന്തേ പിന്നെ നാട്ടിലൊന്നും പോയില്ലേ? ഊരാ കൊടുക്കുകൾ പിന്നെയും ബാക്കി. 2 ലോണിനുടമയായ എനിക്ക് കടം വീട്ടി നാട്ടിൽ പോകാനുള്ള വക പോലും ഇല്ലായിരുന്നു. വർഗീസ്, നീ എന്നെ വെറുക്കരുത്. ഞാനതൊക്കെ എന്നെ മറന്നിടൂ. ഇനിയിപ്പോൾ ഞാൻ എന്ത് സഹായം നിനക്ക് ചെയ്യണ്ടേ? എന്തും ചോദിച്ചാൽ തരുന്നവനാ നീ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോടൊന്നും ചോദിക്കുന്നില്ല. ചായ. എനിക്ക് 2 പെൺമക്കളാണ്. ഇവൾ എൻ്റെ രണ്ടാമത്തോള്. എവിടെയാ മൂത്തോള്? ചേച്ചി നസീബാന്റെ വീട്ടിലാ. അവളുടെ ഒരു കൂട്ടുകാരിയുടെ കല്യാണ നിശ്ചയമുണ്ട്. ഏതൊരു നസീർക്കയുടെ മോളുടെ കല്യാണ കാര്യം. ഇന്നലെ അസീസ് അത് വീട്ടിൽ പറഞ്ഞിരുന്നു. അത് തന്നെ അച്ഛാ, നമുക്ക് ആ ഫംഗ്ഷൻ പോകണം. ഈ പുതിയ കക്ഷിയെ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ തൗഫീഖ്. ഞാൻ പറഞ്ഞില്ലേ, പുതിയ സ്റ്റുഡന്റിന്റെ കാര്യം. ആഹാ. അതാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടോ. വാ വാ. വാ കേറ്. വേണ്ട, ഞാൻ ടാക്സി പോയിക്കോളാം. ഏയ് കേറടോ. എവിടെ പോയായിരുന്നു? ഒരു ഫ്രണ്ടിന്റെ വീട് വരെ പോയതാ. ഞാൻ നിന്റെ വീട്ടിൽ വന്നിരുന്നു. അമ്മ പറഞ്ഞിരുന്നു. എന്നാലും നിന്റെ അച്ഛൻ്റെ കാര്യം കഷ്ടം തോന്നും. ഓരോരുത്തരുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് ചെല്ലുമ്പോഴേ അവരാരാണെന്നുള്ള യാഥാർത്ഥ്യം അറിയാം. ഇതൊക്കെ ആരന്വേഷിക്കാനാ? ഒരു കണക്കിന് അതാ നല്ലത്. നമ്മുടെ ദുഃഖങ്ങള് നമ്മൾ എന്തിനു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം? നിങ്ങളോടൊന്നും പറയാതെ ഒരു ദിനം ക്ലാസ് നിർത്തിയവനാ ഞാൻ. പറഞ്ഞു കേട്ടിടത്തോളം കോടീശ്വരനായിരുന്നു അച്ഛൻ. ഇന്നിപ്പോ ഉടുതുണിക്ക് മറുതുണില്ലാത്ത അവസ്ഥയായി. എന്താ ഇത്, കൊച്ചുകുട്ടികളെ പോലെ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളോട് സങ്കടം പറയുന്നത്. സങ്കടങ്ങൾ പങ്കുവെക്കാൻ ഞാനുണ്ടാവും കൂടെ. ഇനി നമുക്കിടയിൽ മറച്ചു വെക്കാൻ ഒന്നും ഉണ്ടാവരുത്. എന്റെ നമ്പറില്ലേ കയ്യില്? വിളിക്കാൻ മറക്കണ്ട. ഇങ്ങനെ നർത്തകിമാരെ, നർത്തകിമാരെ. അച്ഛൻ വിളിച്ചായിരുന്നോ? അതേ മക്കളെ, എന്താ? എനിക്ക് മക്കളുടെ ഡാൻസ് കാണാൻ കൊതിയാവുന്നു. അതിനെന്താ, ചേച്ചി ആദ്യം കളിക്കട്ടെ. അത് വേണ്ട, ആദ്യം നീ തന്നെ തുടങ്ങിയാ മതി. എവിടെയും പ്രായത്തിനെ ബഹുമാനിക്കണം, അതറിയാലോ ചേച്ചിക്ക്. അതൊക്കെ ശരിയാ മോളെ, പക്ഷേ ഇവിടെ അച്ഛന്റെ ഇളയ കുട്ടിക്കാ മുൻഗണന. ഞാനൊരു ചോദ്യം ചോദിക്കാം. അതിന്
ആദ്യം ഉത്തരം തരുന്ന ആള് രണ്ടാമത് ഡാൻസ് കളിക്കണം. ശരി. ഉത്തരം തരാത്ത ആളോ ആദ്യം ഡാൻസ് കളിക്കണം. ഓക്കെ അല്ലേ? ശരി. ആ. മക്കളെ മതി, കളി നിർത്തി വന്ന് കഴിക്കാൻ നോക്ക്. അമ്മ കഴിക്കുന്നില്ലേ? വേണ്ട, പിന്നെ കഴിച്ചോളാം. ലക്ഷ്മി, ദാ വരുന്നു, ധൃതി വെക്കാതെ. വേഗം കഴിക്കും മക്കളെ. അച്ഛന് ഫുഡ് കൊടുത്തിട്ട് അമ്മ ഇപ്പൊ വരാം. ശരി. ഒരു ദിവസം അവധി കിട്ടിയ എന്റെ തലയ്ക്ക് നിങ്ങൾ ഭ്രാന്ത് പിടിപ്പിക്കും. ഇയാള് ഫോൺ ഓഫ് ആക്കിട്ട് എവിടെ പോയിരിക്കുക? എന്താ വർഗീസേട്ടൻ എവിടെ? അതറിയാത്തോണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. മൊബൈലും ഓഫ് ചെയ്ത് അയാൾ എവിടെ പോയി കിടക്കാനാവോ? ഓഫീസിൽ വിളിച്ചപ്പോ അവിടെ നേരത്തെ ഇറങ്ങിയെന്ന് അവര് പറഞ്ഞത്. എന്നിട്ട് അയാൾ എവിടെ പോയി? ഇനി നമ്മൾ എവിടെ പോയി തിരക്കും? എനിക്കൊന്നും അറിയില്ല. നസീർക്കേടാ. ഹലോ ഹലോ, അസീസ് അല്ലേ? അതെ. എടാ നസീർക്കേടാ. എന്താ നസീർക്ക? വർഗീസിനിപ്പോ എങ്ങനെയുണ്ട്? വർഗീസിനോ? അച്ഛൻ എന്തു പറ്റി? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? വൈകുന്നേരം ബദർസമ ഹോസ്പിറ്റലിൽ വെച്ചാണ് കണ്ടത്. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്ന വഴിക്ക്. പുള്ളി നിങ്ങളെ വിളിച്ചില്ലേ? ശരി, വേഗം എത്താൻ നോക്ക്. ഗുഡ് ഈവനിങ് ബദർസമ ക്ലിനിക്. യെസ് സർ. ഓക്കെ. മിസ്റ്റർ വർഗീസ്? ലെഫ്റ്റ് സൈഡ്, സെക്കൻഡ് റൂം. ഓക്കെ. എന്താ വർഗീസേട്ടത്? എന്താ സംഭവിച്ചേ? ഞങ്ങൾ ആകെ ഭയപ്പെട്ടു പോയി. പേടിക്കാനൊന്നുമില്ലടോ. അച്ചായൻ അങ്ങനെയൊക്കെ പറയാം. ആരും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അതുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കാഞ്ഞ്. സത്യത്തിൽ എന്താ ഉണ്ടായ ചായ? 5-6 വർഷമായി വയറിൻ്റെ വലതുഭാഗത്തൊരു വേദന. സ്വന്തമായിട്ട് കുറെ ചികിത്സിച്ച് നോക്കി. ഫലിക്കാതെ വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. അത്രേ ഉള്ളൂ. ബാക്കി ഞാൻ പറയാം. ആരും അറിയാതെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി. ഒരു സർജറി വേണോന്ന് പറഞ്ഞപ്പോ ആ സമ്മതപത്രത്തില് സ്വന്തം കയ്യൊപ്പും ചേർത്തു. നിർത്ത അസീസേ, ഇതത്ര വലിയ കാര്യമാണോ? അച്ചായനായി ചെറുതാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. നിങ്ങളൊക്കെ അറിയിക്കണമെന്ന് ഞാൻ പലതവണ ചിന്തിച്ചതാ. പിന്നെന്തോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലോ. അച്ചായ, ഈ നാട്ടിൽ നമ്മളൊക്കെ ജീവിക്കണത് വെറും ഒരു പേപ്പറിന്റെ ബലത്തിലാ. അതിലൊരു റെഡ് സീൽ വീണ കഴിഞ്ഞു ഇവിടുത്തെ വനവാസം. പരസ്പര സഹായം എന്നത് നമ്മുടെ കൂടപ്പറപ്പാ. ഓ മതി മതി അസീസേ. ദേ നാളെ ഡ്യൂട്ടി ഉള്ളതല്ലേ, ചെല്ലേ ഞാനൊന്ന് മയങ്ങിക്കോട്ടെ. അല്ല, ആരാത്? വാ വാ. ഇന്നലെ അറിഞ്ഞിരുന്നു, പക്ഷെ വരാൻ പറ്റിയില്ല. ഓ അതൊന്നും സാരില്ല. പീതാംബരൻ എങ്ങനെയുണ്ട്? സുഖാണ്. ആരുല്ലേ കൂടെ? എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് ഡ്യൂട്ടി ഉള്ളതല്ലേ, അവരൊക്കെ പോയി. ഡോക്ടർ എന്തു പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, നാളെ തന്നെ പോവാന്ന് പറഞ്ഞു. വീട്ടിലറിയിച്ചോ? ഇല്ല, കത്രീനെ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് അറിയിക്കാന്ന് വെച്ചു. അതെന്താ? അടുത്ത മാസം എന്റെ വെക്കേഷനാ. കത്രീന ആ മൂഡിലാ. അതെ, നമ്മളീ കറക്കം വീട്ടിലറിഞ്ഞുന്നാ തോന്നണേ. ഇന്നലെ അച്ഛനമ്മയും പറയണ കേട്ടു. അതെ, നമുക്കിനി ഈ ഏർപ്പാട് വേണ്ട. എന്നുവെച്ചാ ഇനി കാണരുതെന്നാണോ പറയണേ? കാണരുത് എന്നല്ല അതിനർത്ഥം. അന്യനാട്ടിൽ അന്യമതക്കാരായ നമ്മൾ 2 പേർ അന്യോന്യം മനസ്സിലാക്കിയെന്നത് ശരി തന്നെ. പക്ഷേ നീ എന്താ ഉദ്ദേശിക്കുന്നേ? ജീവിതത്തിൽ ചിലതൊക്കെ നമുക്ക് മറക്കേണ്ടി വരും, മറ്റു ചിലത് എന്നൊന്നും ഓർക്കേണ്ടിയും വരും. ഞാൻ വർഗീസേട്ടനോട് സംസാരിക്കാം.
അതുകൊണ്ട് പ്രയോജനമുണ്ടോ? എന്തുകൊണ്ടില്ല? നമ്മുടെ അച്ഛനും അമ്മയും മറ്റുള്ളവരൊക്കെ നമ്മളെ അംഗീകരിക്കുന്ന എന്താ ഉറപ്പ്? അവരൊക്കെ അംഗീകരിക്കും. തൗഫീഖ്, എനിക്ക് അത്ര വിശ്വാസം പോരാ. സിന്ധുവിന് എന്നെ വിശ്വസിക്കാം. ഞാനുണ്ടാവും കൂടെ എന്നും. തൗഫീഖ്, ഞാൻ പറയുന്ന കേൾക്ക്. വേണ്ട. വേണ്ട. നീയും ഞാനും മാത്രമല്ല ഈ ലോകം, ഒരു സമൂഹമാണ് ഈ ലോകം. ഈ സമൂഹം ഇത് അംഗീകരിക്കില്ലെന്നാണോ? സ്വന്തങ്ങൾക്കും ബന്ധങ്ങൾക്കും വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ ഇഷ്ടം ഇവിടെ തന്നെ കുഴിച്ചുമൂടാം. എന്താ തൗഫീഖ്? തൗഫീഖ്, തോഴി ആട്ടത്തിലും നോട്ടത്തിലും ആട്ടത്തിലും. അല്ല, ഇത് ക്ലാസ്സിൽ പഠിച്ചതോ അതോ മറ്റാരെങ്കിലും? ഏയ്, ഇത് ക്ലാസ്സിൽ പഠിച്ചോന്നല്ല, ഇത് ഞാൻ വഴിയിൽ കേട്ടതാ. കല്യാണം കഴിക്കാത്ത ചെക്കനാ, വഴിയിൽ വെച്ചതൊക്കെ കേൾക്കും. ഓ ശരിയാ. ഹലോ, അതെ. ആ, എപ്പോ? എന്നിട്ട് വാപ്പാ വാപ്പാ വർഗീസേട്ടാ, വാപ്പാ. എടാ തൗഫീഖേ, എന്താ തൗഫീഖേ, എന്തു പറ്റിയടാ? എന്താ എന്താണ് തൗഫീഖേ? എന്താടാ പറ, എന്തു പറ്റി? എന്തിനാ? സാരമില്ല. തൗഫീഖേ, നീ ഇവിടെ ഇരിക്ക്. ഇരിക്ക്. നീ സമാധാനിക്ക്. തൗഫീഖേ, തൗഫീഖേ, സമാധാനിക്ക്. എനിക്ക് നാട്ടിൽ പോണം. എനിക്ക് നാട്ടിൽ പോണം. എനിക്ക് പോണം. മേ ഐ കം ഇൻ? ആരത്? വരണം ടീച്ചർ, വരണോ? എന്തുണ്ട് വിശേഷങ്ങൾ? പീതാംബറിന് എങ്ങനെയുണ്ട്? അത് പറയാനാ ഞാൻ വന്നത്. കാലിന് പിന്നെയും പഴുപ്പ്. ഡോക്ടറെ കാണിച്ചപ്പോ ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓഹോ, അതിന് പൈസ വേണം, അതിനാണോ വന്നത്? ഇപ്പൊ വാങ്ങി തന്നെ 15,000 മേലുണ്ടല്ലോ. ഇനി വീണ്ടും? അങ്ങനെ പറയരുത്. അങ്ങനെ പറയാൻ മാത്രം ബന്ധങ്ങളൊന്നും നമ്മ തമ്മില്ലല്ലോ. ഒന്നുണ്ടായിരുന്നത് അത് നീ തന്നെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പറയരുത് പ്ലീസ്. വിസ കഴിഞ്ഞിട്ട് മാസം 8 ആയി. അതിന്റെ നൂലാമാലകളൊന്ന് കഴിഞ്ഞു കിട്ടണ്ടേ? ടീച്ചർക്ക് എന്റെ ബിസിനസ്സിന് അറിയാമല്ലോ. ഇവിടെ കണ്ണുനീരിനും സത്യത്തിനും ഒന്നിനും വിലയില്ല. അതുകൊണ്ട് ടീച്ചർക്ക് പോവാം. ടീച്ചർക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം. ടീച്ചർക്ക് 2 പെമ്പിള്ളേരുണ്ടല്ലോ, നല്ല സുന്ദരികളായ പിള്ളേർ. അതിലൊന്നിനെ കൂട്ടിങ്ങ് പോര്. അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്നുള്ളത് ശരിയാണ്. എന്നും ഞാൻ അങ്ങനെയാണെന്നാണോ വിചാരിച്ചത്? പട്ടിണി കിടന്ന് മരിച്ചാലും എന്റെ മക്കളെ നിനക്ക് ഞാൻ വിട്ടുതരില്ല. മിഥുൻ, വിരോധമില്ലെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓക്കെ, ഞാൻ റെഡി. ഇന്നെന്താ ഒരു സ്പെഷ്യൽ? നിന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അതൊക്കെ കേട്ടതൊക്കെ ശരി തന്നെയാ. മിഥുൻ കല്യാണം കഴിച്ചതല്ലേ? ഇനി സീരിയസ് ആയിട്ട് ജീവിക്കേണ്ട സമയമായി.
അച്ചായൻ ചിന്തിക്കുന്ന പോലെ എൻ്റെ വീട്ടുകാർ ചിന്തിക്കണ്ടേ? അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കും, തള്ളിപ്പറയും. പക്ഷേ നമ്മൾ മക്കൾ തിരിച്ചങ്ങോട്ട് എന്നും സ്നേഹിക്കാൻ മാത്രമേ പാടുള്ളൂ. ഒക്കെ ശരി തന്നെയാ. അവർക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സ്ത്രീധനത്തിന്റെ പേരിൽ 2 വീട്ടുകാരും കോടതി കയറിയിരിക്കുക. ഞാൻ ഇതിനൊക്കെ നിന്നോട് എന്താ പറയാ? മനസ്സിന്റെ നൊമ്പരങ്ങൾക്കൊരു പരിഹാരമായിട്ടാ ഞാനൊരൽപ്പം മദ്യം കഴിക്കുന്നതും പിന്നെ ഇടയ്ക്കൊക്കെ. നിർത്ത്. എല്ലാം എനിക്കറിയാം. പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നാം നമ്മോട് തന്നെ തോൽക്കുകയാണ്. അത് പാടില്ല. നാം ആരുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ പാടില്ല. തോൽവി ദൈവത്തിന് മുമ്പിൽ മാത്രം. അതുകൊണ്ടല്ലടോ ഈ വർഗീസ് നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നത്. ആരാ? ലക്ഷ്മി ടീച്ചർ. ഏത് ടീച്ചർ? അറിയില്ല. എന്തിനിപ്പോ ഇങ്ങനെയൊക്കെ പറയണേ? ഏയ് വെറുതെ. സാരില്ലെന്നേ. ഇനി 10 ദിവസം കഴിഞ്ഞ അച്ഛൻ്റെ വെക്കേഷൻ അല്ലേ? പിന്നെ 2 മാസം കുടുംബത്തോടൊപ്പം അടിച്ചു പൊളിക്കാലോ. നമ്മുടെ ലക്ഷ്മി ടീച്ചറെ ഈ അടുത്ത് എങ്ങനെ കണ്ടിരുന്നോ? അത് ഞാൻ നിന്നെ അറിയിക്കാൻ മറന്നുപോയി. നീ പോയി ഏകദേശം 10 ദിവസം കഴിഞ്ഞു കാണും. നമ്മുടെ പീതാംബരൻ മരണപ്പെട്ടു പോയി. അച്ഛാ, ഞാൻ എന്തായി കേൾക്കണത്? അതിനുശേഷം ഞാൻ അറിയുന്നത് ആ കുടുംബം കഴുത്തോളം കടത്തിലായിരുന്നു. പാസ്പോർട്ട് ഏതോ അണ്ണാച്ചിക്ക് പണയം വെച്ചിട്ടാ ചികിത്സ നടത്തിയിരുന്നത്. അവരുടെ വിസാ കാലാവധി പോലും കഴിഞ്ഞിരുന്നു. ഒടുവിൽ ഇന്ത്യൻ എംബസി ഇടപെട്ടിട്ടാ അവരെ നാട്ടിലേക്ക് പറഞ്ഞയച്ചത്. അച്ഛാ, ഞാൻ എന്തായി കേൾക്കണത്? ആരും ആരോടും മനസ്സ് തുറക്കാറില്ല. എല്ലാം ഒരു ചിരിയിലൊതുക്കും. സിന്ധു, നീ എന്താ എന്നെ മനസ്സിലാക്കാതെ പോയത്? പ്രതിബന്ധങ്ങളെ തരണം ചെയ്താലല്ലേ നമുക്കൊന്നിക്കാൻ പറ്റൂ. എവിടെയോ എനിക്കായി പിറന്നവളെ, എങ്ങോ എനിക്കായി വളരുന്നോളെ. എവിടെയോ എനിക്കായി പിറന്നവളെ, എങ്ങോ എനിക്കായി വളരുന്നോളെ. എന്നു നീ വരുമെൻ മണവാട്ടിയ, പറയൂ എൻ കാണാ കുയിലേ. എവിടെയോ എനിക്കായി പിറന്നവളെ, എങ്ങോ എനിക്കായി വളരുന്നോളെ. എന്നു നീ വരുമെൻ മണവാട്ടിയ, പറയൂ എൻ കാണാ കുയിലേ. കസവ് തട്ടത്താൽ മുഖം മറച്ചു നീ,
പേരയ്ക്കച്ചോട്ടിൽ ഒളിച്ചിരുന്നില്ലേ, കസവ് തട്ടത്താൽ മുഖം മറച്ചു നീ. പേരയ്ക്കച്ചോട്ടിൽ ഒളിച്ചിരുന്നില്ലേ, സ്വപ്നത്തിൽ വന്നെന്നെ വിളിച്ചില്ലേ, കണ്ടില്ല ഇന്നോളം കരളെ ഞാൻ. കാണുവാൻ കൊതിയായി പ്രിയ തോഴി, എങ്ങും നിന്നെ തേടി അലയുന്നു. എവിടെയോ എനിക്കായി പിറന്നവളെ, എങ്ങോ എനിക്കായി വളരുന്നോളെ, എന്നു നീ വരുമെൻ മണവാട്ടിയ, പറയൂ എൻ കാണാ കുയിലേ. എത്ര വർഷങ്ങൾക്ക് ശേഷം അച്ചായ? ഇത് 7ാമത്തെ വർഷ ഗൾഫിൽ വന്നിട്ട്. ദൈവമേ, എനിക്ക് അത്ഭുതം തോന്നുന്നു. അത്ഭുതപ്പെടാനൊന്നുമില്ലടോ. 10 വർഷമായിട്ടും ജന്മനാട്ടിൽ പോവാത്ത എത്രയോ പേരുണ്ട് ഇവിടെ. തീർത്തും ശരിയാ നീ പറയുന്നത്. പിറന്ന നാടും വീടും വിട്ട് എങ്ങനെയാ ഇത്രയും കാലം തനിച്ചു നിൽക്കാൻ പറ്റുന്നത്? ഓരോ വർഷവും വെക്കേഷൻ ഉള്ളവരാ ഇവിടെയുള്ള മിക്ക ആളുകളും. പക്ഷേ വെക്കേഷൻ വരുമ്പോഴേക്കും ഓരോരോ പ്രശ്നങ്ങളും കാണും. അതെല്ലാം തീർത്തു വരുമ്പോഴേക്കും അടുത്ത വെക്കേഷനുമായി. എന്തൊരു ജീവിതം! വല്ലാത്തൊരു നിയോഗ, അല്ലാതെ എന്തു പറയാൻ. തൗഫീഖിന് എന്താ ഒരു മൂഡൌട്ട്? അച്ചായ 2 മാസം നാട്ടിൽ പോവല്ലേ, അതുകൊണ്ടായിരിക്കും. കുറച്ചു ദിവസമായി ഞാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രായം ചെറുപ്പല്ലേ, വല്ല മുഖപത്തിലും പോയി പെട്ട് കാണും. അത് ശരിയാ. ഹേയ്, എല്ലാം നമുക്ക് ശരിയാക്കാടോ. എന്റെ വെക്കേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. സ്വന്തം വീട്ടിലെത്തി ശ്രീമതിയും കുട്ടിയോളെയും പഴയ ചങ്ങാതിമാരെയൊക്കെ കാണുമ്പോൾ ഇവിടെ 4 ചുമരുകൾക്കുള്ളിൽ കുബൂസും നിന്ന് ജീവിക്കുന്ന ഞങ്ങളൊന്നും മറക്കല്ലേ അച്ചായ. എന്താ ഇതിനിങ്ങനെ? ദേ, ഇനി നാട്ടിൽ പോയാൽ മാത്രല്ല, മരിച്ചാ പോലും എനിക്ക് നിങ്ങളൊക്കെ മറക്കാൻ കഴിയൂ. മതി മതി, അതിതും പറഞ്ഞ് സീൻ സെന്റിമെന്റിലാക്കണ്ട. 12 മണിക്കല്ലേ ഫ്ലൈറ്റ്? ഇപ്പൊ തന്നെ 7 മണിയായി. എനിക്കൊരു ദുഃഖം ബാക്കിയുണ്ട്. ഈ പ്രാവശ്യം എന്റെ വീട് താമസം നടക്കും തോന്നുന്നില്ല. അതെന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതൊക്കെ അതിന്റെ സമയത്ത് നടക്കും. വെറുതെ ഓരോന്ന് ആലോചിച്ച് സമയം കളയണ്ട അച്ചായ. വാ, നമുക്ക് പോകാം. ഹലോ, അച്ചായൻ മരിച്ചടാ. എന്തടാ എന്തടാ? ഇന്നലെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഇന്നലെ രാത്രി തിരിച്ച 1 മണിക്ക് തിരിച്ച ഈ വിമാനത്തിലും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ വിമാനത്തിലും എല്ലാവിധത്തിലുള്ള സാങ്കേതിക
ചന്ദ്രന്റെ പുഞ്ചിരി ഒരു നാളിൽ മറഞ്ഞേ നിൽപ്പൂ. എന്നും ചുവക്കുന്ന ചന്ദ്രന്റെ പുഞ്ചിരി ഒരു നാളിൽ മറഞ്ഞേ നിൽപ്പൂ. കൈവീശിയകന്നാലും കൈമാടി വിളിക്കുമീ അവസാന കളിയോടങ്ങൾ. കൈവീശിയകന്നാലും കൈമാടി വിളിക്കുമീ അവസാന കളിയോടങ്ങൾ. നമ്മെ വിളിക്കാനായൊരു നാളിൽ അണഞ്ഞിടും അവസാന കളിയോടങ്ങൾ. എന്താ ആരൊന്നും മിണ്ടാത്തെ? ഇവിടെ ആരെങ്കിലും മരിച്ചോ? എനിക്കറിയാം, ഇതുപോലൊരു യാത്രയപ്പായിരുന്നു നമ്മൾ വർഗീസച്ചായനും കൊടുത്തത്. എങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ജനിച്ചാ മരിക്കണം എന്നതിന് തുല്യമാണ് ഗൾഫിലേക്ക് തിരിച്ചാ വിമാനം കയറണം. എന്താ സിസ്ക ഇത്? എന്നാ ഇനി വർഗീസേട്ടൻ്റെ വീട്ടിലേക്ക്? നാട്ടിലെത്തിയ ആദ്യത്തെ യാത്ര വർഗീസേട്ടൻ്റെ വീട്ടിലേക്കാണ്. ഈ വർഗീസേട്ടന്റെ വീട് ഏത് ആ വർഗീസേട്ടൻ? ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ചില്ലേ? ഓ, നമ്മുടെ വർഗീസച്ചായൻ. അവര് വീടെല്ലാം വിറ്റ് ഇവിടുന്ന് പോയല്ലോ. സഞ്ജേട്ടാ അവിടെ ഉണ്ട്. രാമേട്ടന്റെ വീട് മണിന്റെ അവിടെ എങ്കി ഉണ്ടാവാറുണ്ട്. ബാബുട്ടാ, നീ ആ വഴി ഒന്ന് കാണിച്ചു കൊടുത്തടാ. ഇദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നതാ. എന്നിട്ട് ഗൾഫുകാരന്റെ ലുക്കൊന്നുമില്ലല്ലോ. നീ എത്രയല്ല പഠിക്കണേ? ഞാൻ 5ാം ക്ലാസ്സിലാ. അപ്പൊ എന്താ ഇന്ന് ക്ലാസ്സില്ലേ? അങ്ങനെ സ്ഥിരമായൊന്നും പോകാറില്ല. അല്ല ചേട്ടാ, ഈ ഹാർലി ഡേവിഡ്സൺ ബൈക്കിനെങ്ങനെയാ ഗൾഫിൽ കുറഞ്ഞ വിലക്ക് കിട്ടൂ? അങ്ങനെയൊന്നുമില്ല, ചിലപ്പോ അറബികൾ വെറുതെ കൊടുക്കും. ആണോ? ഈ ഗൾഫ് ഒരു സംഭവല്ലേ? സംഭവല്ല മോനെ, ഗൾഫ് ഒരു പ്രസ്ഥാന. ഈ ക്ഷീണൊന്നും വൈകുന്നേരം കൂലി ആകുമ്പോ കാണാറില്ലല്ലോ. ഒന്ന് പെട്ടെന്നായിക്കോട്ടെ, ഈ മാസം 25-ന് ചാവി കൊടുക്കാനുള്ളതാ. ഹലോ, ഇത് ഞാൻ ഇറങ്ങി. ആ, ഞാൻ സഞ്ജേട്ടനെ വിളിക്കാം. സഞ്ജേട്ടാ, സഞ്ജയ്, ഹസീസ്ക നാട്ടിലെത്തിയത്? ഞാൻ ഇന്നലെയാ. എടാ നീ എന്താടാ ഇവിടെ? അപ്പച്ചൻ്റെ മരണശേഷം എല്ലാം തകിടം മറിഞ്ഞു. വീട്ടു ചെലവ്, അനിയത്തിയുടെ ചികിത്സ, പിന്നെ അച്ഛൻ്റെ കുറെ കടബാധ്യതകളും എല്ലാതും ഇവിടെ നിന്ന് കിട്ടിയിട്ട് വേണം. എന്ത് ചെയ്യും? അപ്പോ ഫ്ലൈറ്റ് അപകടത്തിന്റെ നഷ്ടപരിഹാര തുക ഇതുവരെ കിട്ടിയില്ലേ? അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മാസങ്ങളും വർഷങ്ങളും എടുക്കും. അതുവരെ ഞങ്ങൾക്ക് ജീവിക്കണ്ട ഹസീസ്ക. നിന്റെ അപ്പച്ചൻ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. എങ്കിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ആ മനുഷ്യനുണ്ടായിരുന്നു. ഭാര്യയോടും മക്കളോടും ഒപ്പമുള്ള സ്വസ്ഥമായ ജീവിതം, പിന്നെ നിന്റെ പഠിത്തവും ജോലിയും, മകനൊരു ഗൾഫുകാരനായി തീരരുതെന്ന പ്രാർത്ഥന ആ മനുഷ്യന് എന്നും ഉണ്ടായിരുന്നു. സഞ്ജയ്, പിന്നെ ഞാൻ നിനക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അച്ചായൻ തീരെ ആഗ്രഹിക്കാത്തതും നീ ഇപ്പോൾ കൂടുതൽ ആഗ്രഹിക്കുന്നതുമായ ഗിഫ്റ്റ്.
അസീസ്ക എന്റെ വിസ റെഡിയായോ അസീസ്ക? ഉണ്ണിയേട്ടാ, എടാ സന്തോഷേ, എന്റെ വിസ റെഡിയായി. നിന്റെ അപ്പച്ചനൊരു ആയുസ് മുഴുവൻ ചെലവഴിച്ച ആ അറബ് നാട് ഒരുപക്ഷെ നിന്റെ പ്രശ്നങ്ങൾക്ക് തുണയായേക്കും. ഒരുപാട് പേര് രക്ഷിച്ച അറബ് നാട് എന്നെയും രക്ഷിക്കും അസീസ്ക. എനിക്കുറപ്പാ, എനിക്ക് ഈ വിസ വേണം. എനിക്ക് വേണം അസീസ്ക. ഒരു തുടർക്കഥ പോലെ, അല്ലെങ്കിൽ ഒരു വിയോഗം പോലെ, വിശാലമായ ആ മണൽ ചെരുവിലേക്ക്, സ്നേഹത്തിൻ മാധുര്യമുള്ള മനുഷ്യർക്കിടയിലേക്ക് ഒരു സഞ്ചാരി കൂടി പുതിയൊരു മേൽവിലാസം തേടി.